ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സാക്കിൻ്റെ സിയാനെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇന്ന് സാക്കിയും സിയാനും പെരുന്നാളായിട്ട് ഫുൾ സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ഇവരുടെ സ്റ്റൈലും ലുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സാക്കിൻ്റെ സിയാനെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പെരുന്നാളായതുകൊണ്ട് ആദ്യം തന്നെ സായിക്കും സിയാനും പോയത് അവരുടെ മാമൻ്റെ വീട്ടിലേക്കാണ്. സായിക്കും സിയാൻ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? അവർക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്. സായിക്കിൻ്റെ സിയാൻ്റെ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സായിക്കും സിയാനും നേരെ മാമൻ്റെ വീട്ടിലേക്ക് കയറുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പുമായിരുന്നു മെയിൻ. സായിക്കും സിയാനും നല്ല കളിയായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിന്ന് നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. സായിക്കിൻ്റെയും സിയാൻ്റെയും വീഡിയോ എടുക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോവും വീഡിയോസും ഒക്കെ എടുത്ത് നേരം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. സായിക്കും സിയാനും നേരെ മാമീൻ്റെ അടുത്ത് നിന്ന് സക്കാത്തൊക്കെ വാങ്ങി നേരെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പിന്നെ നേരെ വീട്ടിലേക്ക് വരുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സായിക്കിനും സിയാനും കളിക്കാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ സായിക്കും സിയാനും അവരോടൊക്കെ കൂടിയപ്പോൾ ആകെ ബഹളമായി വീട്ടിൽ. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ തുടങ്ങുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായിക്കിനും സിയാനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ നല്ല ഹാപ്പിയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ബീച്ചിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് രണ്ടാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒന്നും വ്യക്തമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നിന്ന് നടന്ന് റോഡിലേക്ക് എത്തി കേട്ടോ. റോഡിലൂടെ പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ പെട്ടെന്നത് സായിക്കിനൊരാഗ്രഹം, മിഠായി വേണമെന്ന്. അങ്ങനെ ഞാൻ സായിക്കിനും സിയാനും ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു കേട്ടോ. സായിക്കും സിയാനും ചോക്ലേറ്റ് തിന്നിട്ടൊന്നുമില്ല കേട്ടോ. സായിക്കും സിയാനും ചോക്ലേറ്റ് കയ്യിൽ പിടിച്ച് നടക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സായിക്കിൻ്റെയും സിയാൻ്റെയും വികൃതികൾ നിങ്ങൾ കാണുന്നില്ലേ? അവൻ ആ പാലത്തിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. സായിക്കും സിയാനും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒന്നും വ്യക്തമല്ലായിരുന്നു.
അങ്ങനെ സാക്കിനോടും സേനോടും കുട്ടികൾ കണ്ണടച്ച് ചോദിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായ്ക്കും സേനും പറഞ്ഞു ഞങ്ങൾ കണ്ണട തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. പിന്നെ സായ്ക്കിൻ്റെ സേനൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാളും കൂടി ബീച്ചിൽ നല്ല തകർത്താടുകയായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് സായ്ക്കിൻ്റെ ജയൻ്റെയും എഡിറ്റ് ചെയ്ത വീഡിയോസും അവിടെ വെച്ച ഫോട്ടോസും ഒക്കെയാണ് കേട്ടോ കാണുന്നത്. സന്ധ്യയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇത്തവണത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.